അവിടെ ഈ മൈക്ക് തന്നിരിക്കുന്നത് ഇടാൻ വേണ്ടിയിട്ടാണ്. ആരാണ് മൈക്ക് ധരിക്കാതെ നടക്കുന്ന ആൾക്കാര്? നമ്മളെയാണല്ലോ മച്ചമ്പി. ജാസ്മിൻ മൈക്ക് ഇടാറില്ല. അത് തന്നിരിക്കുന്നത് എന്തിനാണ്? കാരണം എന്താണെന്നറിയാമോ? എനിക്കിത് ഇഷ്ടമില്ല. അല്ല, ഇടയ്ക്ക് എവിടെയും വെച്ച് മറന്നു. ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഞാൻ എന്തോ ഡ്രസ് എന്തോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ല, നമ്മൾ പറയുന്ന നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അല്ലെ അവര് പറയുന്നതാണല്ലോ ശരിയെന്ന് നോക്കാം. നമുക്കൊന്ന് കാണാം. കണ്ടു കാണുമെന്തോ ശിവനെ. ജാസ്മിൻ മൈക്ക് ധരിക്കും. എല്ലാവരുടെയും ശ്രദ്ധിക്കും. ഡ്രസ് ചേഞ്ചിങ് റൂം അതിനുവേണ്ടി മാത്രമുള്ളതാണ്. മൈക്ക് ഊരിവെച്ചോ ധരിച്ചോ അതിനുള്ളിൽ പോയിരുന്ന് സംസാരിക്കുന്നത് നിയമങ്ങൾക്ക് എതിരാണ്. ഇതെന്താണ്? നിങ്ങളുടെ സൗകര്യത്തിനാണ് ഇത്. അറിയാതെ അവിടെ എവിടെ ഒരിക്കൽ അഴിച്ചു വെച്ചു. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ആ റൂമിന്റെ അകത്ത് വരുന്ന സംസാരിക്കുക. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഷോ ആണോ? കൊള്ളം പറഞ്ഞ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു ഒരു വട്ടം പറമ്പിലുണ്ടായിരുന്നു. ആ പറമ്പിലുണ്ടായിരുന്നു. ഒരുപാട് വട്ടം തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല, തെറ്റ് ചെയ്യില്ല. അത് പറ്റിപ്പോയി. ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. അപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം. ഇത് പുറത്താരും അറിയില്ല എന്നൊരു വിശ്വാസം ജാസ്മിനുണ്ടോ? ജാസ്മിൻ ഇപ്പൊ പറയുന്നു പുറത്താരും അറിയില്ല. ഞാനൊരു ഒരു തമാശ രീതിയിൽ ഒരു കാര്യം പറയാം. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണ്. നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയില്ല എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു തമാശ സീൻ കാണാം. വിശ്വാസമില്ല അല്ലേ? കാണണം. മധു, ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. അതൊന്ന് കോരി ചായ ഏതൊരാ നമ്മളെ കണ്ടുള്ളൂ. ഇത് മോശമായിട്ട് പറഞ്ഞല്ല, നമ്മളെ കണ്ടുള്ളൂ, വേറെ ആരും അറിയില്ല. അല്ല, നമ്മൾ എല്ലാരും കാണുന്നതാണ്. ഓട്ടത്തരം കാണിച്ച അമ്മച്ചി കാണാൻ ഇടിച്ചിന്റെ കൂമ്പലിക്കളെ തൽക്കാലം ഇത്രയും മതി.